അപ്പോൾ ഇതാണ് നമ്മുടെ സ്കാനിങ് ടൂൾ. ഹായ്, ഞാൻ സബിൻ സലീം, വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കിലേവർക്കും സ്വാഗതം. നമ്മളെ വർക്ക്ഷോപ്പിലേക്ക് പുതിയൊരു സ്കാനിങ് ടൂൾ വാങ്ങിച്ചിട്ടുണ്ട്. ലോഞ്ചിൻ്റെ സ്കാനിങ് ടൂളാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പം ഇതാണ് ഐറ്റം. അപ്പം ഐറ്റം ഒന്ന് അൺബോക്സ് ചെയ്യണ്ടേ. സംഭവം യഥാർത്ഥത്തിൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്ഡേഷൻ ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഈ വീഡിയോ തന്നെ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇതാണ്ട് ഒരു ബാറ്ററി ചെക്കറും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബാറ്ററി ചെക്കർ ഉപയോഗപ്പെടുന്ന സാധനം കേട്ടോ. ഈ സ്കാനിങ് ടൂൾ പോലെ തന്നെ വളരെയധികം ഉപയോഗപ്പെടുന്ന സാധനമാണ് ഈ ലോഞ്ചിൻ്റെ ബാറ്ററി ചെക്കറും. അപ്പം നമുക്ക് ഈ ഒരു ലോഞ്ചിൻ്റെ സ്കാനിങ് ടൂൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇതിൻ്റെ പാക്കിങ് അടിപൊളിയാണ് കേട്ടോ. നല്ലൊരു ബോക്സിലായിട്ട് ഈ സാധനം വരുന്നുണ്ട്. നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്കാനിങ് ടൂളിൻ്റെ ചില പരിമിതികൾ കാരണമാണ് നമ്മൾ സ്കാനിങ് ടൂൾ മാറാൻ തീരുമാനിച്ചത്. ഇതിൽ അത്യാവശ്യം നമുക്ക് ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നടക്കും. അപ്പോൾ നമ്മളെ സ്കാനിങ് ടൂൾ ഇതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കാനിങ് ടൂൾ. സ്കാൻ പ്ലസ് എക്സ് V5 എന്ന് പറയുന്ന മോഡലാണ്. അതാണ്ട് സ്കാൻ പ്ലസ് എക്സ് V5 എന്ന് പറയുന്നൊരു മോഡലാണ്. അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്ന ഒരു, അതായത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഉതകുന്ന രീതിയിലുള്ളൊരു ഐറ്റമാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് ഇനി പഠിക്കാനുമുണ്ട്. അപ്പം ഇതാണ് നമ്മളെ സ്കാനിങ് ടൂൾ. സ്കാനിങ് ടൂളിൻ്റെ കൂടെ വരുന്ന സാധനങ്ങൾ കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അല്ലെങ്കിൽ അടുത്തോട്ടൊന്നേ ഒന്നുമില്ല. ഇതിൽ അധികം ഇവിടെ ഒരു ചെറിയ ലോക്ക് കണക്കൊരു ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത്രയുമാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ഇതിൻ്റെ കാറ്റലാക്കും പേപ്പറും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലൊരു ചാർജർ വരുന്നുണ്ട്. ഇതിൻ്റെ ചാർജർ ഈ രീതിയിലാണ് വരുന്നത്. ചാർജർ നമുക്ക് പല ടൈപ്പ് അഡാപ്റ്റേഴ്സ് ഉണ്ട്. അഡാപ്റ്റേഴ്സ് നമുക്ക് ഇത് കണക്ക് ഇഷ്ടമുള്ളതിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളുടെ പ്ലഗിൻ്റെ സോക്കറ്റ് പ്ലഗിൻ്റെ അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അത് കണക്ക് ഇതിൻ്റെ ഡോഗിളി ഉണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല കട്ടിയുള്ള കേസിങ്ങിലൊക്കെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ അതുപോലെ ഒരു ക്യാമറയും കമ്പനി നൽകിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. സ്കാൻ പ്ലസ് എക്സിൻ്റെ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്മളങ്ങോട്ട് ഓൺ ചെയ്യുക. ഓൺ ചെയ്യുമ്പോഴത്തേക്ക് അത് നൈസിനങ്ങോട്ട് ഓണായി വരും കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൻ്റെ ബാക്കിയുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പിറകെ നിങ്ങളിൽ എത്തിക്കുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള ടൂള് വേണം എന്നുള്ള ഒരു നിർബന്ധിതമായ സാഹചര്യത്തിലാണ് ഈ ഒരു ടൂളിലേക്ക് ഞാൻ മാറുന്നത്. അപ്പം നിങ്ങൾക്കും ഇത്തരത്തിലുള്ള സാഹചര്യം വരും. അതായത് നമ്മളെ സ്ഥാപനം അപ്ഡേറ്റ് ആയി വരുന്നതിനനുസരിച്ച് ഇത്തിരി നല്ല ടൂളും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യം വരും. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത് ലോഞ്ച് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്ന വേറൊരു ഐറ്റം കൂടിയുണ്ട്. അതും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചത്. ഇത് സൂക്ഷിച്ച് വെക്കാനായിട്ട് എളുപ്പം കേട്ടോ. പിന്നെ അത് കണക്ക് എവിടെയും കൊണ്ടുപോകാനാണെങ്കിലും ധൈര്യമായിട്ട് ട്രാവൽ ചെയ്യാനായിട്ട് ഈ ബോക്സിൽ ധൈര്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇത് ലോഞ്ചിൻ്റെ തന്നെ BST 560 എന്ന് പറയുന്ന ഒരു ബാറ്ററി ചെക്കറാണ്. ഇതിൻ്റെയൊക്കെ വിശദമായിട്ടുള്ള വീഡിയോസൊക്കെ പിറക്കെ കൊണ്ടുവരാം. ഇപ്പം ഈ ഒരു ലോഞ്ചിൻ്റെ ടൂൾ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട്. അപ്പോൾ ലോഞ്ചിൻ്റെ എനിക്ക് ഈ ഒരു ഐറ്റം കൊണ്ടു തന്ന് രജിസ്റ്റർ ചെയ്ത അഖിൽ തന്നെ നിങ്ങൾക്കിത് പറഞ്ഞുതരും. നമ്മുടെ ലോഞ്ചിൻ്റെ സ്കാൻ പ്ലസ് എക്സ് V5 എന്ന് പറഞ്ഞ ടൂള് നമ്മുടെ സബീൻ ഭായ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ടൂള് കൊടുക്കാനും അതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് ഇവിടെ. നമ്മുടെ സ്കാൻ പ്ലസ് ടൂള് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അത് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ട്, ഇനി എടുക്കുന്നവർക്ക് മനസ്സിലാക്കാനും വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പറയുന്നുണ്ട്. ആദ്യം തന്നെ നമ്മുടെ സ്കാനറിൻ്റെ ഇതിലൊരു സ്ലിപ്പ് ഉണ്ടാവും. ആ സ്ലിപ്പിൻ്റെ അകത്ത് നോർമൽ ഒരു സീരിയൽ നമ്പറും ആക്ടിവേഷൻ കോഡും ഉണ്ടാവും. ഈ സീരിയൽ നമ്പറാണ് ഒരു പ്രോഡക്റ്റ് എടുക്കുന്ന കസ്റ്റമറിൻ്റെ ലോഞ്ചിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഒരു മെയിൽ ID ആവശ്യമുണ്ട്. അത് നമ്മുടെ ഈവൻ പേഴ്സണൽ മെയിൽ IDയോ അല്ലെങ്കിൽ നമുക്ക് ഇതിന് വേണ്ടി തന്നെ ഈ സ്കാനറിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മെയിൽ ID ഉപയോഗിച്ച് നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഞാനിവിടെ അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി ഒരു മെയിൽ ID ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ മെയിൽ ID ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സ്കാനിങ് ടൂൾ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. ആഫ്റ്റർ രജിസ്ട്രേഷൻ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ലോഗിൻ ID ആവശ്യമായിട്ട് വരും. ലോഗിൻ ചെയ്തുകൊണ്ട് നമ്മളൊരു 3 വർഷം വരെ ഫ്രീ അപ്ഡേഷൻ ഉണ്ട്. അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഓക്കെ, നമ്മുടെ സ്കാൻ പ്ലസ് എക്സ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്കാൻ പ്ലസ് എക്സ് V5ൻ്റെ ഈ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ദെൻ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമുക്ക് പാസ്വേഡ് ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ഇമെയിൽ ലോഗിൻ ഉണ്ട്. എളുപ്പം ചെയ്യാനുള്ളത് ഇമെയിൽ ലോഗിൻ ആണ് നമുക്ക് എളുപ്പമുള്ളത്. നമ്മളിതിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന മെയിൽ ID ഇതിലേക്ക് കൊടുക്കുകയാണ്.
അപ്പോൾ ഈ മെയിലിലേക്ക് ഡയറക്റ്റ് ലോഞ്ച് ചെയ്യുന്ന ഒരു ആക്ടിവേഷൻ കോഡ് വന്നിട്ടുണ്ടാവും. ആ ആക്ടിവേഷൻ കോഡ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ലോഗിൻ ആൻഡ് രജിസ്റ്റർ. നമ്മളിവിടെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാണ്. നമുക്ക് എളുപ്പമുള്ള രീതിയിൽ, ഇഷ്ടമുള്ള രീതിയിൽ ഒരു പാസ്വേഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ അത് മറന്നു പോകരുത്, എപ്പോഴും അത് കയ്യിലുണ്ടാവണം. ആക്ടിവേറ്റ് VCA. നമ്മുടെ VCA ആക്ടിവേഷനാണ് ചോദിക്കുന്നത്. VCA എന്ന് പറഞ്ഞാൽ വെഹിക്കിൾ കമ്മ്യൂണിക്കേഷൻ ഇൻ്റർഫേസ്, നമ്മുടെ ബ്ലൂടൂത്ത് ചിപ്പ്. അത് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലുള്ള സീരിയൽ നമ്പറും ആക്ടിവേഷൻ കോഡും നമുക്ക് ഉപയോഗിക്കാം. ഡിവൈസ് രജിസ്റ്റർ ആയിട്ടുണ്ട്. ഇനി 3 വർഷത്തേക്കുള്ള ഫ്രീ അപ്ഡേഷൻ ഉണ്ടാവും. ഈ 3 വർഷവും നമുക്കിതിങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ജസ്റ്റ് നെറ്റ് കണക്ട് ചെയ്യുക, സോഫ്റ്റ്വെയർ ലോഗിൻ ചെയ്യുക. അത് ഞാൻ കാണിച്ചു തരാം. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുക. ആവശ്യമുള്ള സെലക്ട് ചെയ്യുക, ദെൻ അപ്ഡേറ്റ് കൊടുക്കുക. മന്ത്ലി വൺസ് ഒക്കെ വെച്ചിട്ട് പുതിയ പുതിയ അപ്ഡേഷൻസ് റിലീസാവും. അത് നമ്മൾ ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ സോഫ്റ്റ്വെയർസ് ഡൗൺലോഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം വളരെ സിമ്പിളായിട്ടുള്ള കേസാണ്. പക്ഷേ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ലതായിരിക്കും. ഫ്യൂച്ചറിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ID പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്കൊരു 3 ഇയേഴ്സിലേക്കുള്ള ഫ്രീ അപ്ഡേഷനൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത്. പല ആളുകളും ഈ ID പാസ്വേഡൊക്കെ മിസ്സാക്കിയിട്ട് എൻ്റെ അടുത്ത് വീണ്ടും കോൺടാക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ID പാസ്വേഡൊക്കെ ശ്രദ്ധിക്കുക, പ്രോപ്പറായിട്ടുള്ള അപ്ഡേഷൻസ് ചെയ്യുക. ലോഞ്ചിൻ്റെ ഇപ്പോൾ വരുന്ന ഈ OEM ടൂൾസൊക്കെ തന്നെയും ഈവൻ അപ്ഡേഷന് ശേഷവും നമുക്ക് വർക്ക് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ പതുക്കെ ഇതിൻ്റെ ഉപയോഗമൊക്കെ എങ്ങനെ ഉണ്ട് എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് നൈസിന് പറയാം. എന്തായാലും ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പോൾ നിങ്ങൾക്കിത് ഇത്തരത്തിൽ ഏതെങ്കിലും ടൂളൊക്കെ വേണ്ടി വരികയാണെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം സപ്പോർട്ടാകും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ആലോചിച്ചെടുക്കാവുന്ന കേസേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ എന്നെ കണക്കൊരു സ്ഥാപനം നടത്തുന്ന ഒരാൾക്കൊക്കെ വളരെയധികം ഉപയോഗപ്പെടുന്ന ഒരു സാധനമാണ് ലോഞ്ചിൻ്റെ ഈ ഒരു ScanPlus X V5 എന്ന് പറയുന്ന ഒരു സ്കാനിങ് ടൂള്. എൻ്റെ കൂടെ ഈ ഒരു എനിക്ക് കിട്ടിയത് ബാറ്ററി ചെക്കറാണ്. പക്ഷേ ആ സമയത്ത് വേറെ ആയിരിക്കും നിങ്ങൾക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്ന ആ ഒരു സമ്മാനം, അതായത് അവർ തരുന്ന ഒരു എക്സ്ട്രാ ഐറ്റം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടുന്നു വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.